ഒരു വലിയ വിഷയം അറിയണം. ഞാനത് നിങ്ങളെ ഓർപ്പിക്കാൻ പോവുക കേട്ടോ. ഒരു വലിയ വിഷയം. നമ്മൾ എങ്ങനെ ബഹറിലെത്തി, നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഈ ജോലിയൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, നമ്മൾ ഇത്രത്തോളം എങ്ങനെ വന്നു, അതറിയണം. നമുക്ക് ആ വാക്യം വായിക്കാം. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന കാര്യം ഞാൻ യോശുവയുടെ പുസ്തകം എടുക്കാം. 24-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്തു. മതി, ആ അടി വരയിടണം. യഹോവയെ തന്നെ തന്നെ കണ്ടോ, ആ തന്നെ സേവിപ്പിൻ എന്നുള്ളതിന്റെ അടിയില് ഒരു പ്രത്യേക വര ഇട്ടേക്കണം കേട്ടോ. യഹോവയെ തന്നെ സേവിപ്പിൻ. ആമേൻ. ഇന്ന് രാത്രിയിൽ എനിക്കും അതാ പറയാനുള്ളത്. ഇനിയുള്ള കാലം യഹോവയെ ആരാധിപ്പീൻ, കർത്താവിന് വേണ്ടി നിൽപ്പീൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പീൻ. സ്തോത്രം കേട്ടോ. അപ്പൊ ഇത്രയും വർഷം ബഹറിൽ നിന്നതും ജോലി ചെയ്യുന്നതും ഇവിടെ ആയിരിക്കുന്നതും ഒക്കെ ആമേ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോകുന്നു കേട്ടോ. ഇനി 24-ാം അധ്യായത്തിന്റെ 1 തൊട്ട് ചില വാക്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2-ാമത്തെ വാക്യം തൊട്ട് വായിരേ. യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവൻ ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു. അത് ഇനി എന്റെ 24-15 വായിച്ചു. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തു കൊള്ളുവീൻ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരൊറ്റ ചോദ്യമാ, യഹോവയെ സേവിക്കുന്നത് നല്ലെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ദൈവത്തെ സേവിക്കണ്ട. അതിക്കക്കരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? നിങ്ങളുടെ പിതാക്കന്മാര് പണ്ട് സേവിച്ച ദൈവത്തെ സേവിപ്പീൻ. ഇനി ഒരു ഹല്ലേലൂയ പറഞ്ഞ എല്ലാവരും. അപ്പൊ ഈ ദൈവം നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? സ്തോത്രം പറഞ്ഞ് ഈ 10-24 വർഷം ഇവിടെ നിർത്തിയ ദൈവം നല്ലതല്ലേ? രോഗസൗഖ്യം നല്ല ദൈവം നല്ലതല്ലേ? ഈ 24 വർഷവും വിസ തന്ന ദൈവം നല്ലതല്ലേ? ഈ 24 വർഷവും കുടുംബമായി ദേശത്ത് താമസിക്കാൻ വഴി തുറന്ന ദൈവം നല്ലതല്ലേ? ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒക്കെ സ്തോത്രം പറഞ്ഞ് ഇത്രയും ആരോഗ്യത്തോടെ ഓരോ ദിവസവും നടത്തുന്ന ഈ ദൈവം നല്ലതല്ലേ? സ്തോത്രം പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തുന്ന ഈ ദൈവം നല്ലതല്ലേ? 24-15 വായിച്ചേ ഷീബ, ഉറക്ക വായിച്ചേ. ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നെങ്കിൽ അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരണ്ട. ഈ ദൈവം നല്ലതല്ലേ? കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഈ ദേശത്ത് നടത്തിയ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നോ? ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം നല്ലതല്ലേ? കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വിടുതൽ തന്നില്ലേ? വിസി അടിക്കാതെ കിടന്നപ്പോൾ അടിച്ചില്ലേ? ജോലി ഇല്ലാതിരുന്നപ്പോൾ ദൈവം വഴി തുറന്നില്ലേ? ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യണ്ട? ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് ഈ ദൈവം ജീവിതത്തിൽ നല്ലതല്ലേ? അതുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ദൈവത്തെ പോലെ ഒരു ദൈവം എവിടെയുണ്ട്? യോശുവ പറയാ, ഈ ദൈവം നല്ലതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആരാധന നടത്തിയേക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണ്ട? ദൈവത്തെ ആരാധിക്കണ്ട. സ്തോത്രം. ഇത് പറയുക പുള്ളി കേട്ടോ. പുള്ളി ചരിത്രങ്ങൾ പറയുക. 24-ാം അധ്യായത്തിലെ യോശുവ റിട്ടയർഡ് ആവുക, ശുശ്രൂഷയ്ക്ക് അവസാനിപ്പിക്കുക. എല്ലാരെയും വിളിച്ചു, നേതാക്കന്മാരെ എല്ലാം പുള്ളി വിളിച്ചു കേട്ടോ. അവിടെ വായിച്ചു കേട്ടോ. എങ്ങനെയാ വായിച്ചത്? ഇസ്രായേലിലെ
മൂപ്പന്മാരെ കണ്ടോ? ഒന്നാമത്തെ വാക്യം കണ്ടോ? അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ഷേക്കേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. ആരെയൊക്കെ കൂട്ടി? ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞേക്കാം. നേതാക്കന്മാരെ, മൂപ്പന്മാര്, പ്രമാണിമാര്, ന്യായാധിപന്മാര് എല്ലാരെയും ഷേഖേമിൽ വിളിച്ചു കൂട്ടി. ഷേഖേമിൽ വിളിച്ചു കൂട്ടിയിട്ട് അടുത്ത പദം കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് ഷേഖേമിൽ എന്നല്ല, ദൈവസന്നിധിയിൽ നിന്നു. കണ്ടോ? ദൈവസന്നിധിയിൽ നിർത്തി നിൽക്കുക. ആര് വന്ന്? നേതാക്കന്മാരെല്ലാം വന്ന് ദൈവസന്നിധി നിൽക്കുക. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ ദൈവസന്നിധിയിൽ നിൽക്കാത്ത നേതാക്കന്മാർക്ക് ജനത്തെ നടത്താൻ പറ്റത്തില്ല. യോശുവ എല്ലാവരും വിളിച്ചിട്ട് ദൈവസന്നിധി നിർത്തിയിട്ട് അതിന്റെ രണ്ടാമത്തെ വാക്യം വീണ്ടും വായിച്ചേ. യോശുവ സർവ്വജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെ പിതാക്കന്മാർ, ഞാൻ പറയുന്നതല്ല, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം. അപ്പൊ നേതാക്കന്മാര് ദൈവസന്നിധി നിന്നും ദൈവിക ആലോചന കേൾക്കണ്ടേ? ദൈവിക അപ്പാട് വേണ്ടേ അവർക്ക്? അല്ലേലിയാ പറഞ്ഞേ. യോശുവ പറയാണ്ട് യഹോവ അരുളി ചെയ്യുന്നു, കേൾക്കുക. എന്നിട്ട് യോശുവ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പറയാം. സ്തോത്രം. ആദ്യത്തെ അരുളപ്പാട് തുടങ്ങുന്ന എങ്ങനെയാണെന്നറിയോ? പണ്ട് നദിക്കക്കരെ നിന്ന് ആരെ വിളിച്ചു? തേരകിനെ വിളിച്ചു. അല്ലെങ്കിൽ ആ വാക്യം വായിച്ചു, മൂന്നാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു വിട്ടു. നിങ്ങളെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോറിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു. അബ്രാഹാമിന്റെ കുടുംബം കണ്ടോ? അബ്രാഹാമിന്റെ കുടുംബം എങ്ങനെയായിരുന്നു? അന്യ ദൈവത്തെ ആരാധിച്ചെന്നല്ല, അന്യ ദൈവങ്ങളെ ആരാധിച്ചു. അടി വരയിടെ ഹിന്ദുക്കളെക്കാട്ടിലും കഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. പണ്ട് നദിക്കക്കരെ എന്ന് പറഞ്ഞ ബാബിലോണിൽ അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന പിതാക്കന്മാരായിരുന്നു അബ്രാഹാമിന്റെ പിതാവും ആ പിതാവിന്റെ പിതാവുമെല്ലാം. അതുകൊണ്ട് അബ്രാഹാമിന്റെ പാരമ്പര്യം പറയുന്നവരോട് വലിയ മതിലേക്കെടുത്ത പുള്ളികളൊന്നും അല്ല അവരൊന്നും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അവിടെ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ദൈവം വിളിച്ചു, തേരകിനെ വിളിച്ചു. തേരക് ഇറങ്ങി നദിക്കിക്കര കയറി. തേരകിൽ നിന്ന് ദൈവം അബ്രാഹാമിനെ വിളിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇവിടെ ഇരിക്കുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. തേരകിനെ വിളിച്ചു, അബ്രാഹാമിനെ ദൈവം വിളിച്ചു. അബ്രാഹാമിനെ ദൈവം വിളിച്ചപ്പോൾ മക്കളുണ്ടാകത്തില്ല, സാറാം മച്ചി പ്രസവിക്കത്തില്ല. മച്ചിയാണ്. മച്ചി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മച്ചി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഉദരം തകർന്നുപോയി, ഇനി ഒരു കുഞ്ഞിനെ പ്രസവിക്കത്തില്ല. ആ തകർന്നിടത്തു നിന്ന് ഒരാൺകുഞ്ഞുണ്ടാകുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം ജീവിതത്തില് ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാതെ ആ തകർന്നു പോയ ഉദരത്തെ ദൈവം ഇടപെട്ടു. സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് ഇസഹാക്ക്. വീണ്ടും ദൈവം ഇസഹാക്കിനോട് ദൈവം ഇടപെട്ടു. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും മച്ചിയായിരുന്നു, റിബേക്ക പ്രസവിക്കത്തില്ലായിരുന്നു. ദൈവം ഇടപെട്ടു. 2 മക്കളെ എന്ത് ചെയ്തു? കൊടുത്തു. വീണ്ടും ദൈവം ഇടപെട്ടു. ആ 2 മക്കളിൽ ഒരു യാക്കോബിനെ ദൈവം മാറ്റി നിർത്തിയിട്ട് ആ യാക്കോബിനോട് ദൈവം ഇടപെട്ടിട്ട് 12 മക്കളെ എടുത്തു. ആ 12 മക്കളോട് ദൈവം ഇടപെട്ടിട്ട് അവരെ ഒരു വംശമാക്കി, അവരെ ഒരു ജാതിയാക്കി, അവരെ ഒരു രാജ്യമാക്കി. എന്നിട്ട് 15-ാമത്തെ വാക്യത്തിൽ ചോദിച്ചു, ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നുണ്ടോ? ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ, നദിക്കക്കരെ ആരാധിച്ചോടത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു. ദൈവവൈതലേ,
തകർന്നു പോയ ഉദരത്തിൽ നിന്ന് ദൈവം ഇടപെട്ടൊരു കുഞ്ഞിനെ എടുത്തിട്ട് വീണ്ടും ദൈവം ഇടപെട്ട് അതിനെ 2 ദൈവം ഇടപെട്ട് അതിനെ 12 ദൈവം ഇടപെട്ട് അതിനെ വംശമാക്കി, ദൈവം ഇടപെട്ട് അതിനെ ജാതിയാക്കി, ദൈവം ഇടപെട്ട് അതിനെ രാജ്യമാക്കി. ഒറ്റ വാക്കിൽ അർത്ഥം പറയുന്നു, ദൈവത്തിന്റെ ഇടപെടലുകൾ യോശുവ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയാ. എനിക്കും അതാ പറയാനുള്ളത്. ഇന്ന് രാത്രി നീ ഇവിടെ ഇരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സർവശക്തരായ ദൈവം നിന്റെ ജോലിയിൽ ഇടപെട്ടിട്ടാ. മാത്രം പറ, അല്ലെങ്കിൽ അത് തെറിച്ചു പോയാന്. ഇവിടെ ഇരിക്കുന്ന പലരും ഇന്ന് ഇവിടെ ഇരിക്കത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? നിന്റെ വിസയുടെ വിഷയത്തിൽ ദൈവം ഇടപെട്ടത് കൊണ്ടാണ് വീണ്ടും അടിച്ചു കിട്ടിയത്. ഹല്ലേലൂയാ പറ. നിന്റെ ജോലിയിൽ ദൈവം ഇടപെട്ടത് കൊണ്ടാണ് അത് പോകാതിരിക്കുന്നത്, വീണ്ടും മടങ്ങി വന്നത്. അത് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാ. സ്തോത്രം പറഞ്ഞ്. വഴിയില്ലാഞ്ഞിട്ടും വഴി ഉണ്ടായത് സർവശക്തരായ ദൈവത്തിന്റെ ഇടപെടല. അതുകൊണ്ട് യോശുവ എല്ലാരെയും വിളിച്ചു കൂട്ടിയത് ദൈവത്തിന്റെ ഇടപെടലുകൾ അവരെ ഓർപ്പിക്കുവാനാണ്. ഞാനും ഇന്ന് രാത്രി അതാ പറയുന്നത്. ഇവിടെ വന്ന വർഷം തൊട്ട് നിന്റെ ജോലി ദൈവം ഇടപെട്ടില്ലേ? നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം ഇടപെട്ടില്ലേ? നിന്റെ സാമ്പത്തിക വിഷയത്തിൽ ദൈവം ഇടപെട്ടില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. എത്രയോ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ, എത്രയോ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ ആ വിഷയത്തിലെല്ലാം ദൈവം ഇടപെട്ടില്ലേ? ദൈവം ഇടപെട്ടത് കൊണ്ടല്ലേ ഇന്നിവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എത്ര പേര് ഇവിടെ കാണുമായിരുന്നു. അതുകൊണ്ട് ദൈവവൈതലേ, നീ അത്യാവശ്യമായി അറിയേണ്ടത്, ഞാൻ ഇവിടെ എത്തിയത് എന്റെ ദൈവത്തിന്റെ ഇടപെടലാണ്. ഞാൻ ഇന്ന് വരെ ഇവിടെ നിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ ഇടപെടലാണ്. ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ ദൈവത്തിന്റെ ഇടപെടലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടലുകളെ യോശുവ ഓർപ്പിക്കുകയാണ്. ഓർപ്പിച്ചിട്ടാണ് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, യഹോവയെ തന്നെ സേവിപ്പീൻ. എന്തുകൊണ്ടാ? ഓടേ തമ്പുരാന്റെ ഇടപെടലാണ് ഇന്ന് നീ ആയിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ ഇടപെടൽ പറയുന്നത് കേട്ടോ. ദൈവം ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഇസ്രായേലിന് വേണ്ടി ഇടപെട്ടു, അതുപോലെ ഇന്ന് രാത്രി പുറകോട്ട് നോക്കുക. ഏതെല്ലാം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെട്ടു. സ്തോത്രം. ദൈവം ഇടപെട്ടില്ലെങ്കിൽ പലരും തിരിച്ചു പോകുമായിരുന്നു. ദൈവം ഇടപെട്ടില്ലെങ്കിൽ പലരുടെയും ജോലി ഇന്ന് കാണത്തില്ലായിരുന്നു. ദൈവം ഇടപെട്ടത് കൊണ്ടാണ് പല രോഗം സൗഖ്യമായി ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ ചിലർക്കുണ്ടായിരുന്നു. വർഷങ്ങളായി പിൻപറ്റുന്ന രോഗമുണ്ടായിരുന്നു. ദൈവം ഇടപെട്ടാണ് ആ രോഗത്തിന് സൗഖ്യം കിട്ടിയത്. സ്തോത്രം പറഞ്ഞേ. ജോലിയില് ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ജോലി പൂർണ്ണമായും പോകുമായിരുന്നു. അവിടെയും ദൈവം ഇടപെട്ടു. സ്തോത്രം പറ. ഇത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ശരീരത്തിന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട്, ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട്. അതുകൊണ്ട് ദൈവവൈതലേ, ഇന്ന് രാത്രി മറന്നു പോകരുതേ. നിന്റെ ദൈവം ഇടപെട്ട മേഖലകളെല്ലാം യോശുവ ഓർപ്പിക്കുകയാണ്. അതിനാണ് എല്ലാരും ശേഖേമിൽ കൂട്ടിയിട്ട് എല്ലാരെയും അവിടെ നിർത്തിയിട്ട് ദൈവത്തിന്റെ ഇടപെടൽ. യോശുവ പറയാ, നിനക്കറിയാവോ, നമ്മുടെ വല്യപ്പനെ ദൈവം ഇടപെട്ടോണ്ടാ ഇക്കരെ കയറിയത്. അല്ല, അദ്ദേഹം തന്നെ വന്നതല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? അദ്ദേഹം തന്നെ ഇക്കരെ കയറിയതല്ല, അദ്ദേഹത്തെ ദൈവം ഇടപെട്ട് ഇക്കരെ കയറ്റിയതാ. അത് കഴിഞ്ഞ് പറയാണ്, അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു, ദൈവം ഇടപെട്ടിട്ടാ. സ്തോത്രം. ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചതും ദൈവം ഇടപെട്ടിട്ടാണ്. യാക്കോബിനെ എടുത്തതും 12 മക്കളെ എടുത്തതും അങ്ങനെ ദൈവം ഇടപെട്ടിട്ടാണ് ഇന്ന് നമ്മളൊരു രാജ്യമായിരിക്കുന്നത്, നമ്മളൊരു ജാതിയായിരിക്കുന്നത്, നമ്മളൊരു വംശമായിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, ഇന്നിവിടെ നിൽക്കുന്നത് ഇത്രത്തോളം ദൈവത്തിന്റെ ഇടപെടൽ. എല്ലാരും കൈയടിച്ച് ആരാധിച്ചാട്ടെ, എല്ലാരും കരങ്ങളടിച്ച് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞേ. ജോലി ദൈവം ഇടപെട്ടത് കൊണ്ട്, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെട്ടതുകൊണ്ട്, ദൈവത്തിന്റെ ഇടപെടലാണ് ഇത്രത്തോളം നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ദൈവം ഇടപെട്ട ഓരോ മേഖലകള്. ഇനി സിസ്റ്റർ അതിന്റെ 3-ാമത്തെ വാക്യം തുടങ്ങി താവിട്ടൊന്ന് വായിച്ചേ. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവൻ ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും ഞാനെന്ന് പറയുന്നത് കണ്ടോ? അവിടെ എല്ലാം അടി വര ഇട്ടേക്കണം. വീട്ടിൽ പ്രധാന എണ്ണി നോക്കണം. ദൈവം ഇടപെട്ട
സന്ദർഭങ്ങളാ. ആ എത്ര സന്ദർഭത്തിൽ ദൈവം ഇടപെട്ടെന്നുള്ളത് കർത്താവ് പറഞ്ഞു. ഞാൻ ഇസഹാക്ക് ഞാൻ എന്ത് ചെയ്തു, നിങ്ങളെ ഇക്കരെ കയറ്റി, ഞാൻ ഇക്കരെ കയറ്റി. ആ പദങ്ങൾ വീട്ടിൽ പോയി അടി വരയിട്ട് എണ്ണി നോക്കുക. ദൈവത്തിന്റെ ഇടപെടൽ എവിടെല്ലാം ഉണ്ടായി, എത്ര സന്ദർഭങ്ങളിൽ ഉണ്ടായി, ദൈവത്തിന്റെ ഇടപെടൽ എവിടെയെല്ലാം ഉണ്ടായി എന്ന് വളരെ ക്ലിയർ ആയിട്ട് ജോഷുവ ഓർപ്പിക്കുകയാണ്. ഇനി വായിച്ചു 4-ാമത്തെ വാക്യം തുടങ്ങി താവിട്ട്. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു, ഏശാവിന് ഞാൻ സെയീർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവന്റെ മക്കളും മിസ്രൈമിലേക്ക് പോയി. പിന്നെ ഞാൻ മോശയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവർത്തികളാൽ ദൈവത്തിന് ഇടപെടൽ കണ്ടോ. അടിമനുഖത്തിൽ കിടന്നപ്പോ ദൈവം മോശ അഹരോനെ ഇടപെട്ട് അവിടെ അയച്ചിട്ട് ദൈവം അവിടെ ഫറവോനോട് ഇടപെട്ടിട്ട് അവിടുന്ന് വെളിയിലിറക്കി. മുന്നോട്ട് വന്നപ്പോഴത്തേന് ഇവർക്ക് പോകാൻ മേല, ചെങ്കടല്. ദൈവം അവിടെ ഇടപെട്ടു. സ്വത്രം മതി. ദൈവം എന്ത് ചെയ്തു, ആ ചെങ്കടലിനെ രണ്ടാക്കി. മരുഭൂമി കയറിയപ്പോൾ ഇവർക്ക് മുമ്പോട്ട് പോകാൻ മേല. എന്താ കാര്യം? ആഹാരമില്ല. ആഹാരമില്ല, ഇവർക്ക് ഉടുക്കാൻ വസ്ത്രമില്ല, ഇവർക്ക് എന്തില്ല, ചെരുപ്പില്ല, ഒന്നുമില്ല. ദൈവം എന്ത് ചെയ്തു, ഇടപെട്ടു. വല്ല സ്വർഗത്തിന്റെ അതെ നന്മ അടഞ്ഞപ്പോ ദൈവം ഇടപെട്ട സന്ദർഭം മറന്നുപോയോ? വഴി അടഞ്ഞപ്പോ ദൈവം ഇടപെട്ട സന്ദർഭം മറന്നുപോയോ? ചെങ്കടലിൽ വന്ന് നിന്റെ വഴി മുട്ടിയതല്ലേ? പുറകെ ഫറവോൻ വന്നതല്ലേ? ദൈവത്തിന്റെ കരം ഇടപെട്ടിട്ടല്ലേ ഇക്കരെ എത്തിയത്? അല്ലേ ലിയ പറഞ്ഞത്? ഇവിടെ ഇരിക്കുന്ന പലരും പ്രതികൂലത്തെ ജയിച്ചതും പ്രതിസന്ധികളെ ജയിച്ചതും ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്നുള്ളത് ഇരിക്കുന്നവർ ഇന്ന് രാത്രി തിരിച്ചറിയണം. യോശുവ പറയാണ്, നമ്മുടെ ദൈവമാണ് ഇടപെട്ടത്, ഇല്ലെങ്കിൽ അടിമനുഖത്തിന് നമ്മൾ വെളി വരികയില്ല. 400 വർഷം മിസ്രൈമിൽ കിടന്ന നമ്മള് ദൈവം ഇടപെട്ടു. അഹരോനെ അവിടെ വിട്ട്, മോശയെ അവിടെ വിട്ട് ദൈവം ഇടപെട്ട് വെളിയിലെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ വഴി അടഞ്ഞു ചെങ്കടലിൽ. അവിടെ ദൈവം ഇടപെട്ടു. അവിടെ ദൈവം ഇടപെട്ടു. വഴിയില്ല, അവിടെ ദൈവം ഇടപെട്ടു വഴി ഉണ്ടാക്കി. സ്വത്രം പറഞ്ഞേ. ഉടനെ ഫറവോനും സൈന്യവും പുറകെ വന്നു. ഉടനെ ദൈവം അവിടെ ഇടപെട്ടു. എങ്ങനെ ഇടപെട്ടു? ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നു. ഹല്ലേലൂയ പറ. നിനക്കെതിരെ വന്ന എത്രയോ വെല്ലുവിളികള്, എത്രയോ പ്രതിസന്ധികള്, എത്രയോ ആയുധങ്ങള്, എത്രയോ പോരുകള്, എത്രയോ തടസ്സങ്ങളിൽ സർവശക്തൻ ഇടപെട്ട സന്ദർഭങ്ങൾ ഇന്ന് രാത്രിയിൽ തിരിഞ്ഞു നോക്കി ദൈവത്തിന് ഹല്ലേലൂയ പറ. കേറിയിരി, കേറിയിരി. ഓക്കെ. ദൈവം ഇടപെട്ടില്ലേ ജോലി കിട്ടുമായിരുന്നോ? ദൈവം ഇടപെട്ടില്ല ഇന്ന് ഇവിടെ ഇരിക്കുമായിരുന്നോ? സ്തോത്രം. ദൈവം ഇടപെട്ടില്ലെങ്കിൽ സൗഖ്യം കിട്ടുമായിരുന്നോ? അപകടം. ദൈവം ഇടപെട്ടത് കൊണ്ട് ഒരു പോറല് പോലും വെക്കാതെ പുറത്തു വന്നില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. സ്തോത്രം. ദൈവം ഇടപെട്ടത് കൊണ്ട് പ്രതീക്ഷിക്കാത്ത നിലയിൽ ദൈവം അത്ഭുതം ചെയ്തില്ലേ? ദൈവം ഇടപെട്ടു. മിസ്രൈമിൽ നിന്ന് കണ്ടോ 8-ാമത്തെ വാക്യം കണ്ടോ, വായിച്ചേ. അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. നിങ്ങൾ കടലിനരികെ എത്തി. മിസ്രൈമ്യർ രഥങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു. അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രൈമ്യർക്കും മധ്യേ അന്ധകാരം വെച്ചു ഇടപെട്ട്. കണ്ടോ കർത്താവ് പറയാ, എന്നോട് നിലവിളിച്ചപ്പം ഞാൻ ഇടപെട്ടില്ലേ? ചെങ്കടലിൽ ഞാൻ എന്ത് ചെയ്തു? ഫറവോൻ അടുത്ത് വരാതെ ഞാൻ അതിര് വെച്ചില്ലേ? സ്തോത്രം പറഞ്ഞ് ഫറവോന്റെ രഥവും കുതിരകളും നിങ്ങളുടെ അടുക്കൽ വരാതെ കണ്ട് ഞാൻ ഇടപെട്ട് തടഞ്ഞില്ലേ? സ്തോത്രം. ഫറവോന്റെ കുതിര രഥത്തെയും ഞാൻ ഇടപെട്ട് ചെങ്കടലിൽ മുക്കി കൊന്നില്ലേ? ദൈവം ഇടപെട്ട് നമ്മളെ മറുകര കയറ്റിയില്ലേ? അതുപോലെ ഇന്ന് രാത്രി ഓർത്തു നോക്കിക്കേ, കുടുങ്ങിപ്പോയ സ്ഥാനത്തും ആമേ ചില ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയപ്പോഴും ചില പ്രതികൂലങ്ങളിൽ അകപ്പെട്ടു പോയപ്പോഴും വെളി വരാൻ കഴിയാതിരുന്നപ്പോഴും ദൈവം ഇടപെട്ട് പുറത്തെടുത്തില്ലേ? കർത്താവേ, എനിക്ക് ബഹറിൽ വരാൻ പറ്റുമോ എന്നോർത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച അനേകരിന്ന് ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ദൈവം ഇടപെട്ട് ഇവിടെ വരുത്തിയില്ലേ? ദൈവം ഇടപെട്ട് ഇവിടെ വരുത്തിയില്ലേ? ജീവിതം തകർന്നു പോയി, എന്റെ ജീവിതത്തിൽ എന്തേലും ഒരു വിടുതൽ ഉണ്ടാകുമോ എന്നോർത്ത് ഭാരപ്പെട്ട പലരും ഇവിടെ ഇരിപ്പില്ലേ? ദൈവം ഇടപെട്ടില്ലേ നിന്റെ ജീവിതത്തിൽ? ഹല്ലേലൂയ പറ. ഇത്രത്തോളം ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ഇടപെടലാണ്. മിടുക്കല്ല, കഴിവല്ല, നമ്മുടെ ഒരു പ്രത്യേകതയുമല്ല. ദൈവം ഇടപെട്ടു. ചെങ്കടലിൽ ദൈവം ഇടപെട്ടു.
കുതിര വന്നപ്പോൾ അവിടെ ദൈവം ഇടപെട്ടു. രഥം വന്നപ്പോൾ അവിടെ ദൈവം ഇടപെട്ടു. എല്ലാരെയും ശേഖേമിൽ കൂട്ടിയിട്ട് ദൈവത്തിന്റെ ഇടപെടൽ ഓർപ്പിക്കുകയാണ്. ഈ രാത്രി നമുക്കും തിരിഞ്ഞു നോക്കി ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ഇടപെടൽ. സ്തോത്രം. ഒന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നേഴ്സുമാര് പ്രത്യേകം അറിയണം. എന്നാന്നറിയാമോ? ആയിരക്കണക്കിന് ഇവിടുത്തെ പിള്ളേര് പഠിച്ചിട്ട് നിന്നിട്ടും അവർക്ക് ജോലിയില്ല. എന്നിട്ട് നമുക്കിവിടെ ദൈവത്തിന്റെ ഇടപെടലല്ലേ? സ്തോത്രം പറ. ദൈവത്തിന്റെ ഇടപെടലല്ലേ? സ്വന്തം രാജ്യത്തുള്ളവർക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോഴും വിദേശ രാജ്യത്തുനിന്ന് വന്ന നമ്മള് എന്ത് ചെയ്യുന്നു? ഇവിടെ ജോലി ചെയ്യുന്നു. കുഞ്ഞ് ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ: ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ഇടപെടൽ. സ്വത്രം. ദൈവത്തിന്റെ മിടുക്കൊണ്ടാണോ? അല്ല. കഴിവുകൊണ്ടാണോ? അല്ല. ഇതെല്ലാം ദൈവത്തിന്റെ ഇടപെടൽ. ഓരോന്ന് ഓർപ്പിക്കുക. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, ചില ശാപശക്തികൾ, ചില ദോഷശക്തികൾ ദൈവമക്കളെ തകർക്കാൻ വന്നു. അവിടെയും ദൈവം ഇടപെട്ടു. ഇന്നലെ പറഞ്ഞു കിട്ടെ, ദോഷം ചെയ്യാൻ എന്റെ പക്കൽ, ലാഭാൻ പറയാ ഇന്നലെ രാത്രി, ദോഷം ചെയ്യാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിൽ നിന്റെ പിതാവിന്റെ ദൈവം എന്നോട് ഇടപെട്ടു. എന്നോട് ഇടപെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞ്, രാവിലെ പോയി നിന്നെ കണ്ടേച്ചു പൊക്കോണം, ഗുണവും ദോഷവും ചെയ്യരുത്. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ഞാൻ പുറകോട്ട് പോവുക. സ്വത്രം പറഞ്ഞ് ദൈവമക്കളെ, എത്രയോ പ്രാവശ്യം ചില ദോഷ ശക്തികളും നമുക്കെതിരെയുള്ള ചില ഗൂഢാലോചനകളും നമുക്കെതിരെയുള്ള ചില തന്ത്രങ്ങളും നമ്മൾ വീണ് പോകേണ്ടടുത്തും തകർന്നു പോകേണ്ടടുത്തും ദൈവം ഇടപെട്ടു. അവിടെയൊക്കെ ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ലാബാൻ 31:29 ഉൽപ്പത്തി, ലാബാൻ എന്ത് ചെയ്തേനെ? യാക്കോബിനെ ദോഷം ചെയ്യും. ലാബാൻ പറഞ്ഞു, എന്റെ പക്കൽ ദോഷം ചെയ്യാൻ ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആയുധമില്ലായിരുന്ന കയ്യിലെ, വടിവാളുണ്ട് പുള്ളിയുടെ കയ്യിലെ, ആയുധമുണ്ട്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ അപ്പന്റെ ദൈവം ഇടപെട്ടതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. നിന്റെ അപ്പന്റെ ദൈവം ഇടപെട്ടതുകൊണ്ട് ഞാനിപ്പോ പുറകോട്ട് പോവുക. നിന്റെ അപ്പന്റെ ദൈവം ഇടപെട്ടതുകൊണ്ട് ഞാൻ വിഷയത്തിൽ പിന്മാറുക. ഓർത്തോ ദൈവ പൈതലേ, നിനക്കെതിരെ വന്ന ശത്രു പിന്മാറിയത് നിന്റെ മിടുക്കല്ല, നിന്റെ ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവത്തിന്റെ ഇടപെടലാണ്. പല ആയുധങ്ങളും നമുക്കിട്ട് കൊള്ളാതിരിക്കുന്നത് നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ ഇടപെടലാണ്. നീ നോക്കിക്കേ, സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലേക്ക് 23 എനിക്ക് തോന്നുന്നു വരുമ്പോഴത്തേന് ബിലെയാം ശപിക്കാൻ വരികയാണ്, രാഗാൻ വരികയാ, ശപിക്കാൻ വരികയാ. 22-ാം അധ്യായത്തിലാണ് ദൈവം എന്ത് ചെയ്തു? വഴിക്ക് വെച്ച് ബിലെയാമിനോട് ഇടപെട്ടു. ബിലെയാമിനോട് ഇടപെട്ടു. അവസാനം കഴുത സംസാരിച്ചു. ദൈവം ബിലെയാമിനോട് പറഞ്ഞു, നീ വേഗം പോയിട്ട് എന്റെ ജനത്തെ അനുഗ്രഹിച്ചോണം. എന്റെ ജനത്തെ അനുഗ്രഹ വാക്കല്ലാതെ നിന്റെ വായിന്ന് വേറൊന്നും വന്നേക്കരുത്. എന്റെ ജനത്തെ നീ അനുഗ്രഹിച്ചോണമെന്ന് പറഞ്ഞു. ബിലെയാം രാഗാൻ വന്ന ബിലെയാം, ശപിക്കാൻ വന്ന ബിലെയാം ദൈവമക്കളെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ഇവരുടെ നടുവിൽ എന്തുണ്ട്? രാജാവുണ്ട്, രാജകോലാഹലമുണ്ട്, കാട്ടുപോത്തിന് തുല്യമായ ശക്തിയുണ്ട്. ആ വിചാരം ഇവർ കേൾക്കത്തില്ല. ചുരുക്കി ഞാനങ്ങ് പറയാ, പ്രാകാൻ വന്നവൻ ദൈവം ഇടപെട്ട് അനുഗ്രഹമാക്കി. ദൈവവൈതലേ, പലരും ശാപവും രാക്കുദോഷങ്ങളും നിനക്കെതിരെ പലരും ഗുണം വരില്ല, നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അത് ഏക്കാഞ്ഞതിന്റെ കാര്യം അതിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ദൈവം ഇടപെട്ടത് കൊണ്ടാണ്. ദൈവം ഇടപെട്ടത് കൊണ്ടാണ്. കണ്ടോ? ഇപ്പൊ എന്തുകൊണ്ടാ ലാഭാം ഈ ബിലെയാം രാഗാഞ്ഞത്? സ്തോത്രം, ദൈവം ഇടപെട്ടു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ പറയുന്നു, പല ദോഷശക്തികളും വിട്ടുപോയി. നേർച്ച വെച്ചു, ആഭിചാരം ചെയ്തു, നേർച്ച വെച്ചു, രാഗി, നീ ഗുണം വരില്ലെന്ന് പറഞ്ഞു, നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. നമ്മുടെ രോമത്തെ പോലും പറ്റിയില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കരം അവിടെയെല്ലാം ഇടപെട്ടു.
അവിടെയെല്ലാം ഇടപെട്ടു. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ബിലയാം ശപിക്കുമായിരുന്നു. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ബിലയാം രാഗി നശിപ്പിക്കുമായിരുന്നു. എന്നാൽ അത് ദൈവം സമ്മതിച്ചില്ല. അതുകൊണ്ട് ദൈവ പൈതലേ, ഇന്ന് ഈ കസേരയിലും ഈ തറയിലും ഒക്കെ ആയിരിക്കുന്നതിന്റെ കാര്യം ദൈവത്തിന്റെ ഇടപെടല. ഇല്ല, വിസ അടിക്കത്തില്ല സിസ്റ്ററെ, നിങ്ങൾ ഇവിടെ ജോലിയും ചെയ്യത്തില്ല. ദൈവം ഇടപെട്ടു. അതുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറഞ്ഞ ആത്മഭാരത്തോടെ ദൈവത്തെ സ്തുതിച്ചു. കഴിഞ്ഞ നാളുകളിൽ ജോലി ചെയ്യാൻ മേലാത്ത നിലയിലെ ചില ബന്ധനങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ, ചില രോഗങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ, ജോലി പോകേണ്ട ചില സ്റ്റേജുകൾ വന്നപ്പോൾ അവിടെയെല്ലാം ദൈവം ഇടപെട്ടത് കൊണ്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞ് അവിടെയെല്ലാം ദൈവം ഇടപെട്ടിട്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടൽ ദൈവമക്കൾ മറക്കരുത്. യോശുവയ്ക്കറിയാം ദൈവത്തിന്റെ ഇടപെടലുകൾ മറക്കും ഇസ്രായേൽ. അതുകൊണ്ടാണ് 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, യഹോവയെ തന്നെ ആരാധിപ്പീൻ. കാരണം അവര് മറക്കുമെന്നറിയാം. നാളെ എങ്ങോട്ട് ഇറങ്ങുമ്പോ മറക്കും. ഇനിയും ചില അനുഗ്രഹം ഉണ്ടായതുകൂടെ കേട്ടു. സമയത്തിന് പരിമിതി കൊണ്ട് അതേ ഞാൻ പറയുന്നുള്ളൂ. ഒത്തിരി അങ്ങോട്ട് പറയാൻ പോകാൻ നമുക്ക് സമയമില്ല. പെട്ടെന്ന് നമുക്ക് 10-ാമത്തെ വാക്യം തുടങ്ങി വായിക്കാം. 24-ന്റെ പെട്ടെന്ന് വായിച്ചു. എങ്കിലും എനിക്ക് ബിലയാമിന്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സില്ലായകയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ബിലയാം ശപിക്കാൻ വന്നു, ഞാനാ ഇടപെട്ടത്. അവന്റെ ശാപം നിങ്ങളെ ഏക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? സമ്മതിച്ചില്ല. ഞാൻ സമ്മതിച്ചില്ല. പ്രൈസലോ. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? ശപിക്കാതെ പോയത്. ഇഷ്ടംപോലെ പൈസ കൊടുക്കാൻ. അവസാനം പുള്ളി പറഞ്ഞു, എന്റെ വീട് നിറച്ചും വെള്ളിയും പൊന്നും തന്നാലും എനിക്ക് പറ്റിയല്ല. കാരണം ദൈവം വഴിക്ക് വെച്ച് ഇടപെട്ടു. പുള്ളിക്കറിയാം, ഇനി ദൈവത്തിന്റെ ഇടപെടലിന് അപ്പുറത്തോട്ട് ഞാൻ കടന്നാൽ മലയാളത്തിൽ പറഞ്ഞ എന്റെ തല പോകുമെന്ന് പുള്ളിക്കറിയാം. സ്വോത്രം. കഴുതയുടെ സംസാരിച്ചപ്പോ പുള്ളി പേടിച്ച് ചെട്ടിപ്പോയി. സ്വോത്രം. ഇതല്ല. അതുകൊണ്ട് ഓർത്തോ, പലരും ഭയന്ന് പേടിച്ചതും മാറിയതും ഒക്കെ ദൈവത്തിന്റെ കരം തൊട്ടിട്ടാ കേട്ടോ. ഓക്കെ, ഇനി വായിച്ചാട്ടെ. എങ്കിലും എനിക്ക് ബിലയാമിന്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സില്ലായകയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഞാൻ നിങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് എരിഹോവിലേക്ക് വന്നു. എരിഹോ നിവാസികൾ അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, നിനക്കെതിരെ എരിഹോ എന്ന് പറയുന്ന ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ മതില് നിന്റെ മുമ്പിൽ എന്ത് ചെയ്യല? വീഴത്തില്ല, നീ മുമ്പോട്ട് പോകത്തില്ല. ആ മതിൽ പറഞ്ഞതാ. ആ രാജാവും ആയുധവും മിലിറ്ററി ഉണ്ടായിരുന്നു. ഞാനാണ് ഇടപെട്ട് അവരെ തോൽപ്പിച്ചത്. ഇന്ന് രാത്രി പറയട്ടെ, ദൈവവൈതലേ, നിനക്കെതിരെ ആഞ്ഞടിച്ച ചില പ്രതികൂലത്തെ തോൽപ്പിച്ചത് ദൈവത്തിന്റെ ഇടപെടല. ദൈവത്തിന്റെ ഇടപെടല. കർത്താവ് പറയാണ്, നിനക്കെതിരെ എരികോമുണ്ടായിരുന്നു. നിനക്കെതിരെ എന്തുണ്ടായിരുന്നു? കനാൻ ദേശത്ത് 8 ജാതിക്കാരുണ്ട്. ഹിവിയര്, ഹിത്യര്, പെലസ്ത്യര്, അമോന്യര്, ഇങ്ങനെ കിടക്കുക. ഞാനാണ് ഇടപെട്ടത്. ഞാനാണ് അവിടെ എല്ലാം ഇടപെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ അതിന് നീ കാണുകയില്ല. ജാതികളെ ഇവരില്ല, ജാതീയ ശക്തികളാണ് ഇവരില്ല. ഇവരെല്ലാം ആരാധിക്കുന്ന അന്യദൈവത്തെ. കനാന്യര് കനാന്യദേവന്മാരെയാണ് ആരാധിക്കുന്നത്. പെലസ്ത്യര് പെലസ്ത്യ ദേവന്മാരെയാണ് ആരാധിക്കുന്നത്. ുണ്ട്, അമാലേക്യരുണ്ട്. എത്ര ജാതി ഉണ്ടായിരുന്നു. ഈ 8 കൂട്ടം ശത്രുവും 8 ആരാധനയും നിനക്കെതിരെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഇടപെട്ടത് ഞാനാണ്. മനസ്സിലായോ? നേർച്ചയെ പള്ളിയിലൊക്കെ കൊണ്ട് വെച്ചോണ്ടിരിക്കുക. സ്വോത്രം. അവിടെയെല്ലാം ഇടപെടുന്നത് ആരാ? ഒടേതമ്പുരാൻ ഇടപെടുന്നോണ്ടാ ഇങ്ങോട്ടൊന്നും വരത്തല്ല. വേളാങ്കണ്ണി എല്ലാം കയറി നിന്നെയൊക്കെ അടിച്ച് തകർത്ത് കളഞ്ഞത്. കാരണം എത്രയോ പേര് വേളാങ്കണ്ണി കൊണ്ട് നേർച്ച വെച്ച് അവൻ മുടിയണമെന്ന് പറഞ്ഞ് അവൻ ഈ ദേശത്തുനിന്ന് വിട്ടുപോകണം, അവന്റെ എന്ത് ചെയ്യണം, അവന്റെ ബിസിനസ് പൊട്ടണം, അവൻ തകർന്നു പോകണം. എത്ര അമ്പലങ്ങളിൽ നേർച്ച വെച്ചു. ജാതീയ ശക്തികളെ ദൈവം ഇടപെട്ടു. അമാലേക്യരോട് ദൈവം ഇടപെട്ടു. ഹിവ്യരോട് ദൈവം ഇടപെട്ടു. ഹിത്യരോട് ദൈവം ഇടപെട്ടു. പെലസ്ത്യരോട് ദൈവം ഇടപെട്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? നിന്റെ പുറയിലുണ്ടായിരുന്ന ജാതീയ ശക്തികളെ ഇടപെട്ട ഒരു ദൈവം. വെല്ലുവിളികൾ വന്നപ്പോൾ ഇടപെട്ട ഒരു ദൈവം. നിനക്കെതിരെ നേർച്ച വെച്ചപ്പോൾ ഇടപെട്ട ഒരു ദൈവം. നിനക്കെതിരെ എന്തെല്ലാം ചെയ്യാം അതൊക്കെ ചെയ്തപ്പോൾ ഇടപെട്ട ഒരു ദൈവം. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടലാണ് അമാലേക്യരെ, കനാന്യരെ,
ഹിവിയര്, ഹിത്യര്, പിന്നെ എരികോ മതിൽ വീണത്, കായി പട്ടണം വീണത്, ജോർദാൻ മാറിയത്. ഹല്ലേലൂയ പറഞ്ഞ്. ഇതെല്ലാം ദൈവത്തിന്റെ ഇടപെടല, ദൈവത്തിന്റെ ഇടപെടല. ഒരിക്കലും അനുഗ്രഹത്തിൽ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് 2 കര കവിഞ്ഞ് ജോർദാൻ ഒഴുകി. അക്കരെ വാഗ്ദത്ത ദേശമാ. ആ വാഗ്ദത്തത്തിൽ എത്തുകയില്ല, വാഗ്ദത്തത്തിന്റെ അരികെ വന്ന് നിൽക്കുക, അക്കരെ കടക്കത്തില്ല. പക്ഷെ ദൈവം ഇടപെട്ടു, ദൈവം ഇടപെട്ടു, ആ വാഗ്ദത്തം നിറവേറി. ഹല്ലേലൂയ പറ. ദൈവം നിന്നോട് ചെയ്ത പല വാഗ്ദത്തങ്ങളും നിറവേറത്തില്ലായിരുന്നു, അത് നടക്കത്തില്ലായിരുന്നു. കാരണം അതിനെ തടയുന്ന ശക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞ്. ജോർദാൻ അക്കരെ കയറാൻ അനുവദിക്കത്തില്ല, പക്ഷെ ദൈവം ഇടപെട്ടു. എരികോ മതില് മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല, ദൈവം ഇടപെട്ടു. ആമേൻ. ദൈവത്തിന്റെ ഇടപെടല ഇന്നയോളം വന്നത്, ഇന്നയോളം എത്തിയത്. അതുകൊണ്ട് ഈ ദൈവത്തെ മറക്കരുതേ. യഹോവയെ തന്നെ ആരാധിക്കുക, യഹോവയെ തന്നെ ആരാധിക്കുക. ഈ ദൈവത്തിന് വേണ്ടി ആരാധിക്കുക, ഈ കർത്താവിന് വേണ്ടി നിൽക്കുക, ഈ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എത്ര പേര് തീരുമാനിക്കും? ഇവിടെ ഇരിക്കുന്ന ചിലര്, ഇദ്ദേഹം എന്റെ കൂടെ വരാൻ തുടങ്ങിയിട്ട് 10-21 വർഷമായി. 21 വർഷം ഈ ദേശത്ത് നിന്നത് ദൈവത്തിന്റെ ഇടപെടല. ഇതിനിടയ്ക്ക് ഒരു 10 വട്ടം ഇദ്ദേഹത്തിന്റെ ജോലി പോയതാണ്, കേസ് വന്നതാണ്, പോലീസ് വണ്ടി അപകടം വന്നതാ. അന്നേരമെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ദൈവം ഇടപെട്ട ഇന്ന് വരെ നിർത്തിയേക്കുന്നു. ഏലിയ പറഞ്ഞ്. അതുപോലെ റേച്ചാൻ എന്റെ കൂടെ കൂടിയിട്ട് 10-18 വർഷമായി. ഇന്ന് വരെ നിൽക്കുന്ന ദൈവത്തിന്റെ ഇടപെടല. സ്വന്തം പറഞ്ഞ് ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ അടിച്ച് പോയ വ്യക്തിയെ ഇവിടെ മടങ്ങി വരാനുള്ള കാരണം ദൈവത്തിന്റെ കരത്തിന്റെ ഇടപെടലാണ്. സ്വത്രം പറഞ്ഞ്. ഇദ്ദേഹം എന്റെ കൂടെ നിൽക്കുമ്പോൾ വെറും 90 ദിനാർ ശമ്പളമേ ഉള്ളൂ. ഇന്ന് അദ്ദേഹത്തെ ഭാര്യയ്ക്കും ഭർത്താവിന് ജോലി, 2 കുട്ടികളും അമ്മച്ചിയും വന്ന്. ദൈവത്തിന്റെ ഇടപെടല. ഈ പുള്ളിക്കാരത്തിയോട് പറഞ്ഞ ഭാഷ എന്റെ നാട്ടിൽ പോയിട്ട് നിൽക്കാൻ പറ്റുകയില്ല. സ്വത്രം റൂബി എന്നോട് പറഞ്ഞ, ഞാൻ പറഞ്ഞ അവിടെ നിൽക്കേ, പ്രാർത്ഥിക്കാം. ദൈവം ഇടപെട്ടു. ദൈവത്തിന്റെ ഇടപെടലാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇന്ന് വരെ ഇവിടെ വരുമ്പോഴത്തേന് ഞാൻ പോയി ഉദയപൂർ എടുത്തോണ്ട് വരും. ഞാൻ വെറുതെ കമ്പനി ജോലി റിയായിൽ അപ്പുറത്താ കിടക്കുന്നത്. ആമേ ഞാൻ കൂടെ പോയ മിക്കവാറും ആമേ ദൈവം ഇടപെട്ടു. 2 പേരും ഇവിടെ വന്നില്ലേ? 2 പേർക്ക് ജോലിയില്ലേ? 2 പേർക്ക് വിസ. ഇടപെട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോ ആ ദൈവത്തെ ശരിക്കും വായൊക്കെ തുറന്ന് ഹല്ലേലൂയൊക്കെ പറയണം കേട്ടോ. കൈയൊക്കെ ശരിക്കും അടിക്കണം, ആത്മാവിലൊക്കെ ശരിക്കും നിറയണം. കാരണം ഈ ദൈവം ഇടപെട്ടത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നെന്ന് ഓർക്കണം. ഇന്ന് പല വഴികളും തുറന്നത് ദൈവം ഇടപെട്ടിട്ടാ, അല്ലാതെ നമ്മുടെ ആരെയും മിടുക്കല്ല. ഏതെല്ലാം സന്ദർഭങ്ങളിൽ എവിടെയെല്ലാം ദൈവം ഇടപെട്ടു, എവിടെയെല്ലാം ദൈവം ഇടപെട്ടു. സ്തോത്രം, സ്തോത്രം. ജോലിയില് എത്രയോ പ്രാവശ്യം ദൈവം ഇടപെട്ടു. ഭവനത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ മേലാത്ത വിഷയങ്ങൾ അടിച്ച് ഭാരപ്പെട്ട പലരുള്ളിൽ ഇരിപ്പുണ്ട്. അവിടെയും ദൈവം ഇടപെട്ടു, അവിടെയും ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ട് ഇത്രത്തോളം നിർത്തി. ഇനി ദൈവത്തിന്റെ ഇടപെടൽ ചില അനുഗ്രഹം കൂടെ നമുക്ക് നോക്കാം. സമയത്തിന്റെ പരിമിതി കൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഏതെല്ലാം വിധത്തിൽ കർത്താവ് ഇടപെട്ടെന്ന് അവിടെ വായിച്ചത്. കടലിനെ വര വിട്ട് കർത്താവ് യുദ്ധം ചെയ്തു. ആർക്ക് വേണ്ടി? ഇസ്രായേലിന് വേണ്ടി. ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ ഇസ്രായേലിന് വേണ്ടി ദൈവം ഇടപെട്ടു. ആഹാരമില്ല, ദൈവം ഇടപെട്ടു. മന്ന കൊടുത്തു. വസ്ത്രമില്ല, ദൈവം ഇടപെട്ടു. 40 വർഷം ഉടുത്ത വസ്ത്രം എന്ത് ചെയ്തില്ല? പഴകിയില്ല. 40 വർഷം പഴകി പോയിരുന്നെങ്കിൽ 3-ാം വർഷം എവിടെ ചെന്ന് വസ്ത്രം മേടിക്കും? സ്തോത്രം. ചെരുപ്പില്ല, ദൈവം ഇടപെട്ടു. ഇട്ട ചെരുപ്പ് 40 വർഷം പഴകിയില്ല. സ്തോത്രം പറഞ്ഞത്. ആഹാരത്തിന്റെ വിഷയത്തിൽ ദൈവം ഇടപെട്ടു, വസ്ത്രത്തിന്റെ വിഷയത്തിൽ ദൈവം ഇടപെട്ടു, പിന്നെ ചെരുപ്പിന്റെ വിഷയത്തിൽ ദൈവം ഇടപെട്ടു. ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ അവിടെ ദൈവം ഇടപെട്ടു. സ്തോത്രം പറഞ്ഞത്. തല തകർത്ത് കണ്ണം മുറിച്ച് അതിനെ കാട പക്ഷിയാക്കി സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. പറപ്പിച്ചു കൊണ്ടുവന്ന് കൈയെത്തി പിടിക്കത്തക്ക നിലയിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരിക്കലും ആർക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടു. വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടു.
പട്ടണി കിടന്ന് മരുഭൂമി ചത്തേന് ദൈവം ഇടപെട്ട് മന്ന കൊടുത്തതുകൊണ്ട് ജീവിക്കുക. വസ്ത്രം ഉടുക്കാൻ നിവൃത്തിയില്ലാതെ നഗ്നരായി തകർന്നു പോകുമായിരുന്നു. ദൈവം ഇടപെട്ടിട്ടാണ് ഇസ്രായേലിന്റെ വസ്ത്രം പഴുകാൻ. അതുപോലെ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, പല വഴികളും തുറന്നത് ദൈവത്തിന്റെ ഇടപെടൽ. പല വഴികളും തുറന്നത് ദൈവത്തിന്റെ ഇടപെടൽ. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പലരും ഇന്ന് കാണില്ലായിരുന്നു. ഇനി നമുക്ക് വായിക്കാം, സമയത്തിന്റെ പരിമിതിയല്ലേ. 14-ാമത്തെ വാക്യം വായിച്ചോ. 14. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങൾ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് 13 കൂട്ടി നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ഞാൻ തന്നു. മനസ്സിലായോ? ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സാമ്പത്തികത്തിനാണ് മനസ്സിലായോ? ഞാനാണ് അവളെല്ലാം ഇടപെട്ടത്. സ്വത്രം പറയും ദൈവവൈതലേ, നിന്റെ സാമ്പത്തിക മേഖലയിൽ ഒടേതമ്പുരാന്റെ കാലം തൊട്ടു ഇടപെട്ടു. സ്വത്രം. അതുകൊണ്ടാണ് അത് ഉണ്ടായത്. വെട്ടിയിട്ടില്ലാത്ത കിണർ ചുമ്മാതെ വന്നതല്ല, ഞാനാണ് അത് നിനക്ക് തന്നത്. നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം ഞാനാണ് അത് നിനക്ക് തന്നത്. അതുകൊണ്ട് വസ്തു മേടിച്ചവരും ഇപ്പൊ ബാങ്കിൽ പൈസ കിടക്കുന്നവരും ഒന്നോർത്തുകൊള്ളുക, നിന്റെ സാമ്പത്തിക മേഖല ദൈവം ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പൊ ബാങ്കിൽ കിടക്കുന്നതും. വസ്തു മേടിച്ചവരും സ്ഥലം മേടിച്ചവരും ഒക്കെ ഓർത്തോളുക, അവിടെയെല്ലാം ദൈവം ഇടപെട്ടിട്ടാണ്. കർത്താവ് പറയാണ്, ഇല്ലെങ്കിൽ മരുഭൂമി ടെന്റ് കെട്ടി കിടക്കണ്ട നീ ഇന്ന് വെട്ടിയിട്ടില്ലാത്ത കിണറ്റിലെ വെള്ളം കുടിക്കുന്നതും നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും വെക്കാത്ത വീടുകളും നല്ല നല്ല വീടുകളും ഒക്കെ നിനക്കുണ്ടാകാനുള്ള കാരണം എന്റെ ഇടപെടലാണ്. എന്റെ ഇടപെടലാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഇന്ന് നിനക്ക് ഭവനം കാണുകയല്ല. ഞാൻ ഇടപെട്ടത് കൊണ്ട് ഇന്ന് നിനക്ക് മുന്തിരിത്തോട്ടമുണ്ട് കേട്ടോ. വെട്ടിയിട്ടില്ലാത്ത വെള്ളറെ കെട്ടി വെച്ചിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം ഭവനങ്ങൾ. അതുകൊണ്ട് ചെറിയ ഭവനമാണേലും വലിയ ഭവനമാണേലും കുഞ്ഞെ അത് ഉണ്ടായിട്ട് ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞ വസ്തു 1 സെന്റേ ഉള്ളെങ്കിലും 10 സെന്റേ ഉള്ളെങ്കിലും നീ അത് മേടിച്ചതിന്റെ കാരണം ദൈവത്തിന്റെ ഇടപെടലാണ്. അതുണ്ടായത് ദൈവത്തിന്റെ ഇടപെടലാണ്. ആമേ. അല്പം ഉള്ളെങ്കിലും ആമേ എന്തേലും ബാങ്കിൽ കിടപ്പുണ്ടെങ്കിൽ അതും ദൈവത്തിന്റെ ഇടപെടലാണ്. അതും ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവം നമുക്ക് തന്നത് കൊണ്ട് അതാ പറഞ്ഞത്, വെട്ടിയിട്ടില്ലാത്ത കിണറും വെച്ചിട്ടില്ലാത്ത വീടും നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും നിനക്ക് എങ്ങനെ ഉണ്ടായി? ദൈവത്തിന്റെ ഇടപെടൽ. എല്ലാരെയും ശേഖമി വിളിച്ചു കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ ഇടപെടൽ പറയുക. ജോഷുവ ജനത്തെ നടത്തിക്കൊണ്ടിരുന്ന കാലത്തെ ദൈവം ഇടപെട്ട ഇടപെടലുകൾ അദ്ദേഹം അക്കമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വത്രം പറഞ്ഞ്. അതുകൊണ്ട് ഇന്ന് എനിക്കും അതാ പറയാനുള്ളത്. ദൈവദാസന്മാര് ദൈവമക്കളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയ അന്ന് തുടങ്ങി ദൈവത്തിന്റെ ഇടപെടൽ മറക്കരുതേ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സകല വിഷയത്തിലും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു, അവിടെയെല്ലാം ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടു. ഇന്നിവിടെ ചിലരിയ്ക്കുന്ന അങ്ങനെ എനിക്ക് സ്പഷ്ടമായിട്ട് അറിയാം. ഈ ഷീബാടെയൊക്കെ ജോലിയൊക്കെ പറഞ്ഞ് ദൈവം ഇടപെട്ടിട്ട് അല്ലെ ഷീബാക്ക് ഇവിടുന്ന് കയറിപ്പോകും. അതിന് ഒരു മാറ്റവും ഇല്ല. സ്വത്രം. പലരോടും ദൈവം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു? ഇടപെട്ടു. ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് വീണ്ടും ഇവിടെ നിൽക്കാൻ കഴിയുന്നതും നമ്മൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. സ്റ്റാൻലിക്ക് വേണ്ടി ദൈവം ഇടപെട്ടിട്ടാ. സ്തോത്രം. ഇല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം ഇവിടെ കാണില്ല. ദൈവം ഇടപെട്ട് തുറന്ന ചില വഴികളാ. അപ്പൊ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞല്ലോ, ചോദിച്ചാൽ ഇവിടെ ഇരിക്കുക ദൈവം ഇടപെട്ടിട്ടാ. പണ്ടേ നാട്ടിൽ പോകേണ്ട മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ജോലിയും പോകേണ്ടതാണ്. ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം കേട്ട വചനത്തിന്റെ മുൻപിൽ. ദൈവമക്കൾ എല്ലാരും ആമേൻ മുന്നോട്ട് കയറി നിൽക്കണേ. ഈ എന്നെ കൊണ്ട്